കേരളത്തിലെ വരാൻ പോകുന്ന ഇലക്ഷൻ തന്നെയാണ് ഈ വീഡിയോയുടെ ടോപ്പിക്ക്. ഇതിൽ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും വലിയ ചലനം എന്ന് പറയുന്നത് സാബു ജേക്കബിൻ്റെ 2020 BJP നയിക്കുന്ന NDAയിൽ അംഗമായി. അത് വലിയ മാറ്റം ഉണ്ടാക്കും. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമല്ല, വലിയ രീതിയിൽ തന്നെ മാറ്റം ഉണ്ടാക്കും. അപ്പം അതിനകത്ത് നിങ്ങൾ കണ്ടു കാണും, ചില പത്രങ്ങളിലും ഈ TV ചാനലിലൊക്കെ ന്യൂസ് റിപ്പോർട്ട് വരുന്നുണ്ട്. സാബു ജേക്കബിൻ്റെ കൂടെയുള്ള പല ആൾക്കാരും അത് പിളർത്തും, അത് വിട്ടുപോകും. ചില പഞ്ചായത്ത് മെമ്പേഴ്സ് അതിൽ നിന്നും രാജിവെക്കും. ഒരു കാര്യം പറയാം, സാബു ജേക്കബിന് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന 4 പഞ്ചായത്ത് കിട്ടി. ചില പഞ്ചായത്തുകൾ പോയി. ഏകദേശം കേരളമാകെ 88 സീറ്റുകളാണ് സാബുവിന് ലഭിച്ചത്. അത് പ്രധാനമായിട്ട് നോക്കുക. ഇത് സാബു ജേക്കബ് സ്വന്തമായ ഒരു കോർപ്പറേറ്റ് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുത്ത പാർട്ടി, അതായത് കോർപ്പറേറ്റ് കൾച്ചറിലുള്ള പാർട്ടി എന്ന് തന്നെ വേണേൽ പറയാം. അത് ആവശ്യമാണ്. കേരളത്തിൽ ഇന്നത്തെ സമയത്ത് കേരളത്തിന് വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. അപ്പം ഈ പാർട്ടിക്കാർ പോയെന്ന് പറയുന്നത്, ഞാനതിൻ്റെ യാഥാർത്ഥ്യം പറയാം. ഞാൻ ഈ പൊളിറ്റിക്കൽ പാർട്ടി ഒന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനും അതിനു മുമ്പുള്ള അസംബ്ലി ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെ ഇതിനകത്ത് വോട്ട് പിടിക്കാൻ പോകുന്ന പല ആൾക്കാർക്കും അവർക്ക് കൊടുക്കുന്നത് 500 രൂപ അല്ലെങ്കിൽ 600 രൂപ പെർ ഡേ. എന്നിട്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ബിരിയാണി. ഇങ്ങനെയാണ് ഈ പാർട്ടി പ്രവർത്തനം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനകത്ത് 500 രൂപയും ബിരിയാണിയും ബ്രേക്ക്ഫാസ്റ്റും കിട്ടുന്നവർക്ക് അത് ഇനി ഫർദർ കിട്ടത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. അവർ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത്. കാരണം BJP എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് അവരുടെ കൂടെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പണം കൊടുത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതില്ലാതാകും. അപ്പം അവരതിൻ്റെ അകത്ത് വിട്ടുപോകുന്നു, ചില ആൾക്കാർ വിട്ടുപോകുന്നു എന്നല്ലാതെ ഇതിനകത്ത് ഈ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ കാരണം. ഏറ്റവും കൂടുതൽ സാബു ജേക്കബിനെ അനുകൂലിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, പോസിറ്റീവായിട്ട് അനുകൂലിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതായത് മിഡിൽ ക്ലാസ്സിലും അപ്പർ മിഡിൽ ക്ലാസ്സിലുമുള്ള ക്രിസ്ത്യൻസ്, പ്രത്യേകിച്ച് NRIs. ഇപ്പം NRIസിൻ്റെ അവരുടെ പല ബന്ധുക്കളോടും അവരുടെ കുടുംബക്കാരോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാബുവിന് അനുകൂലമായിട്ട് കേരളത്തിലാകമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്കൊക്കെ BJPക്ക് വോട്ട് ചെയ്യാൻ പാടായിരിക്കും, പക്ഷെ സാബുവിന് വോട്ട് ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്തുവാ? കേരളത്തിലെ ലെഫ്റ്റും കോൺഗ്രസ് പാർട്ടിയും കാണിക്കുന്ന ഒരു ഇസ്ലാമിക പ്രീണന നയം. അത് കേരളത്തിൽ ശരിക്കും ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അത് ചെറിയ ഇഷ്യൂ ഒന്നുമല്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല, ഈ ടോപ്പിക്ക് കഴിഞ്ഞ് അടുത്ത ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് എനിക്ക് താല്പര്യമുണ്ട്. പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റ് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. മോദി ഗവൺമെൻറ്റിൻ്റെ ഫോറിൻ പോളിസി എനിക്ക് വിയോജിപ്പുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലുണ്ടായ സംഭവം എനിക്ക് വിയോജിപ്പുണ്ട്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എന്തൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്ന കാര്യം ഇന്ന് ഓരോന്ന് സത്യമായിട്ട് വരികയാണ്. കാരണം ഇപ്പോഴാണ് നോക്കുക, കഴിഞ്ഞ ആഴ്ച, അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഈ ആഴ്ച 16 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പൊളിഞ്ഞു പോയത്. 16 ലക്ഷം കോടി. കഴിഞ്ഞ ആഴ്ച അത് 11 ലക്ഷം കോടി. ആലോചിച്ച് നോക്കുക. ഇത് നമ്മുടെ പോളിസിയിലുണ്ടായ പ്രശ്നങ്ങളാണ്. ഇപ്പം ഇത് മോദി ഗവൺമെന്റ് റെക്ടിഫൈ ചെയ്യണമെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. കാരണം അത് ഇന്ത്യയെ നല്ലപോലെ, അതായത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഫർദർ പോക്കിനെ ബാധിക്കും. അല്ലാതെ മോദി ഗവൺമെന്റിനെ BJP ഗവൺമെന്റിനെ എതിർത്തിട്ടല്ല. ക്രൈസ്തവരുടെ ഇഷ്യൂ തന്നെയാണ്. അതിനെ എതിർക്കും. കാരണം എന്തുകൊണ്ട് ബജറാങ് ദളും മറ്റുള്ളവരും പറയുമ്പോൾ, ഇതുപോലെ ചെയ്യുമ്പോൾ, ഈ വാം പിടിച്ചവൻ എവിടെയെങ്കിലും പോയി ഇന്ത്യൻ ഭരണഘടന പറയുന്ന രീതിയിൽ പോയി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട് ഗവൺമെന്റ് നിശബ്ദമായിട്ടിരിക്കുന്നു? അത് കഴിഞ്ഞ് അവരെ ജയിലിൽ നിന്നും പുറത്തു വിടുമ്പോൾ, പല അക്യൂസ്ഡിനെ ജയിലിൽ നിന്നും പുറത്തു വിടുമ്പോൾ അവരെ ഗാർലാൻഡ് ചെയ്ത് സ്വീകരിക്കുന്നു. ഗ്ലോബലായിട്ട് ഇന്ത്യക്കാർക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം കൊണ്ട്.
ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞതിൻ്റെ വിഷയം എന്ന് പറയുന്ന പല ഇന്ത്യക്കാർ അമേരിക്കയിലും മറ്റുള്ള പല ഭാഗത്തും അവരുടെ കടകളും നിർത്തി. കാരണം H1B വിസ ആൾക്കാർ തിരിച്ചു വരുന്നു. ഇന്ത്യക്കാർ സാധനം മേടിക്കാനില്ല. ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ ട്രേഡ് അത് സെറ്റിൽ ചെയ്യണം. ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം ഈ രീതിയിൽ പോകാൻ പാടില്ല. ഒരാളെ കൊണ്ട് ചാണകം തീറ്റിക്കുന്നു, ഒരു ദളിതനെ കൊണ്ട് മൂത്രം കുടിപ്പിക്കുന്നു, ഇവിടെ സനാതനമാണെന്ന് പറയുന്നു. ഇതൊന്നും ഞാൻ പഠിച്ചതും ഞാൻ കേട്ട സനാതനമൊന്നുമില്ല. അതിനെയൊക്കെ ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അതിനെയൊന്നും ഞാൻ ബൈറ്റ് വാഷ് ചെയ്തൊന്നുമില്ല. മനസ്സിലാക്കേണ്ടത് ഞാൻ യൂട്യൂബർ അല്ല. ഞാൻ ഇന്ന് നല്ലത് പറയുന്നു, നാളെ മോശമായി പറയുന്നു, അത് കഴിഞ്ഞ് രണ്ടും കൂടെ മാറ്റി വേറൊന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് പറയാൻ പറ്റരുത്. ഒരു കാര്യം പറഞ്ഞു ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. അത് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ അത് എടുത്താൽ മതി. അതിൻ്റെ 90%, 95% കറക്റ്റായിരിക്കും. ചില കാര്യങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ ചില നാഷണൽ ഇൻ്റർനാഷണൽ ഇന്ത്യയുടെ പോളിസിയുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടും എനിക്ക് മോദി ഗവൺമെൻറ്റിനോട് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ല. കാരണം അതുണ്ടാകാൻ പാടില്ല. ഇന്ത്യയുടെ ഇമേജ് തകരാൻ പാടില്ല. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ ഡയസ്പോറ അവർക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പോകാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ഗ്രോ ചെയ്യുന്ന സമയമാണ്. നമുക്ക് അമേരിക്കൻ സപ്പോർട്ട് ഉണ്ടായേ മതിയാകത്തുള്ളൂ. കാരണം ഇന്ത്യക്ക് ഈ പറയുന്ന റിസോഴ്സസ് ഒന്നുമില്ല. ഇതൊക്കെ ചുമ്മാതെ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ലിബറലൈസേഷന് ശേഷം ഉണ്ടായി വന്ന സംഭവങ്ങളാണ്. മുന്നോട്ട് പോയേ മതിയാകത്തുള്ളൂ. പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ കാര്യം പറയുന്നത്? കേരളത്തിൽ മാറ്റം ആവശ്യമാണ്. BJP അധികാരത്തിൽ വരുമെന്ന് ഞാൻ കേരളത്തിൽ പറയുന്നില്ല. നടക്കുന്ന കാര്യമല്ല പെട്ടെന്നൊന്നും. പക്ഷെ BJPക്ക് 15-20 സീറ്റുകൾ കിട്ടുവാണെങ്കിൽ UDFും LDFും പതുക്കെ അങ്ങ് പുറകോട്ട് പോകും. കാരണം അങ്ങനെ ഒരു ആവശ്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ്. അവർ പറയുന്ന രീതിയിലായിരിക്കും ഈ CPM ആണെങ്കിലും കോൺഗ്രസും പെരുമാറുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയും ജമാഅത്ത് ഇസ്ലാമിയെയും അതേപോലെ വർഗീയമായി നിൽക്കുന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പിനെയും ഹമാസിനെയും പെയിന്റ് അടിക്കാൻ നടക്കുന്നു. അതിനെ എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? അതായത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ് പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതിനോട് യോജിക്കാൻ കഴിയത്തില്ല. കാരണം ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. അതായത് മത തീവ്രത ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ, കേരളത്തിനെ ഇപ്പോൾ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അത് ഫർദറായിട്ട് ഒരു ദുരന്തമാകുന്നതിന് മുമ്പ് അവർക്കൊരു താക്കീത് കൊടുക്കണം. അതുകൊണ്ട് BJPക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് BJP ഇത്ര സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ, അതായത് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ നിർണായക ശക്തി എന്ന് പറയുന്നത് ഇലക്ഷന് മത്സരിച്ച് തോൽക്കുക എന്നല്ല, 2ാം സ്ഥാനം വരിക എന്നല്ല, ഇലക്ഷന് മത്സരിച്ച് ജയിക്കാൻ കഴിയണം. അതാണ് ഇലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അടുത്തുവരെ പോയി ജയിച്ചില്ല. അതിൻ്റെ കാരണത്തിലോട്ടാണ് കിടക്കേണ്ടത്. അപ്പം NDA മുന്നണിക്കകത്ത് ഞാൻ കാണുന്ന അതായത് BJP നയിക്കുന്ന മുന്നണിക്കകത്ത് ഞാൻ കാണുന്ന ഒരു ദുരന്ത ശക്തി എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ നയിക്കുന്ന BDJS ആണ്. എന്താണത് പറയാൻ കാരണം? ഏകദേശം സാബു ജേക്കബിന് 85 സീറ്റ് പഞ്ചായത്തിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ BDJSന് ആകെ കിട്ടിയത് 4 സീറ്റ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പലയിടത്തും അതേപോലെ പല സ്ഥലത്തും ഇവർ വെറുതെ ആർഗ്യൂ ചെയ്ത് സീറ്റ് മേടിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. കോട്ടയത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അല്ല മത്സരിക്കുന്നത്. മറ്റൊരു നേതാവ് BJPയുടെ കാൻഡിഡേറ്റ് മത്സരിച്ചാൽ 100% നല്ല വോട്ട് പിടിക്കായിരുന്നു. എനിക്ക് പല ഇൻട്രാക്ഷനൊക്കെ ഉണ്ട് ഇവരുമായിട്ടൊക്കെ. പല ആൾക്കാരും BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി നയിക്കുന്ന ഈ ഗ്രൂപ്പിനെ, വെള്ളാപ്പള്ളിയുടെയും തുഷാറിനും, കാരണം അവർ ഡിസോണസ്റ്റാണ് ഭയങ്കരമായിട്ടും. അവരെ ഒരു പൊളിറ്റിക്കലായിട്ട്, അതായത് ഒരു രാഷ്ട്രീയക്കാരനായിട്ടും ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസത്തിൻ്റെ ആൾക്കാരായിട്ടാണ് ഈ അപ്പനെയും മകനെയും കാണുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യം. കേരളത്തിലെ ആൾക്കാരെ എങ്ങനെ ഫൂളാക്കാൻ സാധിക്കത്തൊന്നുമില്ല. പിന്നെ രണ്ടാമത്തൊരു ഘടകമുണ്ട്. അതായത് BJP ഉദ്ദേശിക്കുന്ന BDJS എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഈഴവ വോട്ടുകളും പോകും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ ഈ സർവേ എടുക്കണം. ശരിക്കും പോയി
നല്ലപോലെ സർവേ എടുക്കണം. അതായത് കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും പോയി ഒരു നല്ല പോലെ ഒന്ന് കണക്കെടുക്കണം. അതേപോലെ തന്നെ ആലപ്പുഴയുമായി വേർതിരിച്ച് കിടക്കുന്ന മറ്റു പല ഭാഗത്തും എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കോട്ടയം, അവിടെ എത്ര SNDP യോഗമുണ്ട്, എത്ര പേര് ആക്റ്റീവായിട്ട് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഹിന്ദു ബിലീവേഴ്സ് ഉണ്ട്. കണക്കെടുക്കണം പോയി. അതേപോലെ തന്നെ നിങ്ങൾ ഇടുക്കിയിൽ പോകണം. ഇടുക്കിയിൽ ഈഴവ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ. പലയിടത്തും കോളനിയും ബാക്ക്വേർഡ് അവിടെ ആ ഒരു ബെൽറ്റിലാണ് അവർ താമസിക്കുന്നത്. ഇവിടെ പോയി കണക്കെടുത്ത് നോക്ക്. ഇവിടെയുള്ള ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവർ എത്ര പേരാണ് ഹിന്ദു ബിലീവേഴ്സ്? ഇതാണ് ഞെട്ടിക്കുന്ന കണക്ക്. ഇതിൻ്റെ ഒരു പകുതിയിലധികം പേര് അവർ ക്രൈസ്തവരായി ക്രിസ്ത്യൻ ബിലീവേഴ്സാണ്. പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലെ സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് ഇവർ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത്, ഇവർ ബന്ധുക്കോസുകാരാണെങ്കിലും വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അവരെ തിരിച്ച് BJPയിലോട്ട് കൊണ്ടുവരാൻ എന്താണ് വഴി? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകനും അവർ നയിക്കുന്ന SNDP വിചാരിച്ചാൽ ഇതൊന്നും നടക്കത്തില്ല. കോട്ടയം ജില്ല തന്നെ എടുക്കാം. എന്തുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യത്തില്ല? അവർക്ക് ഒരു സാധാരണ കോമൺ സെൻസ് ഉള്ള ഒരു മലയാളിയും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും ഈ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നതും ഈ മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് എല്ലാവർക്കും അറിയാം, ഇവർ രണ്ടും കള്ളന്മാരാണ്. വേറൊരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞില്ല കഞ്ഞിയും പയറും എല്ലാം കൊടുത്താണ് ക്രിസ്ത്യാനികളാണെന്ന്. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു ബിസിനസ് ഫാമിലിയാണ്. പഴയ മധ്യ രാജാവാണ്. ഇഷ്ടംപോലെ മറ്റുള്ള കോൺട്രാക്റ്റും ബിസിനസ്സും ഒക്കെ ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ, അയാളുടെ ഭാര്യ വീട്ടിലും അയാളുടെ ബന്ധുക്കാരിലും എത്ര പേര് ക്രിസ്ത്യാനികളുണ്ട്? നിങ്ങളിത് പോയി കണക്കെടുക്കണം. അപ്പൊ അയാളുടെ വീട്ടിൽ ഇത്രയും പേര് ക്രിസ്ത്യാനികളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ, അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് അവരുടെ ബന്ധുക്കള് പാസ്റ്റർമാരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ഇതിനെപ്പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്. അതായത് കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പല പൊളിറ്റിക്കൽ പാർട്ടിക്കും മനസ്സിലായിട്ടില്ല. ഈ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള നല്ലൊരു ശതമാനം കൺവേർട്ടഡായി. അതിൻ്റെ റീസൺസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അവർക്ക് സോഷ്യലി ഈ പറയുന്ന അവരുടെ പണമുണ്ടായി, അതുണ്ടായി, അവർക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടാതായി. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എത്രമാത്രം ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കൈപിടിച്ചിരുന്നാലും കേരളത്തിൽ ഈഴവ കമ്മ്യൂണിറ്റിയെ നായേഴ്സ് പറയുന്നൊരു വാക്കുണ്ട്. അത് ഞാൻ വാഗൊണ്ട് ഉദ്ധരിക്കുന്നില്ല. ആ വാക്ക് വെച്ച് എൻ്റെ എത്രയോ സുഹൃത്തുക്കളാണ് പറയുന്നത്. അവർ പറയുന്ന അങ്ങനെ പറയത്തുള്ളൂ. എന്തുകൊണ്ട് അവർക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല? എന്തുകൊണ്ട് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടില്ല? പക്ഷെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും ബോധമല്ല. അതൊന്നും നോക്കുന്നേയില്ല. അതായത് ഇവർ രണ്ടുപേരും ഒന്നിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്നിച്ച് വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവർ കൺവേർട്ടായി പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പത്രങ്ങളിലും ഡോക്യുമെന്റ്സിലും പറയുന്നതല്ല, കേരളത്തിലെ ക്രൈസ്തവ ബിലീവേഴ്സിന്റെ എണ്ണം അത് റാപ്പിഡായിട്ടങ്ങ് കൂടി ഭയങ്കരമായിട്ട് ഗ്രോത്തായി. ഞാൻ പറയുന്ന ബിലീവേഴ്സാണ്, ക്രിസ്ത്യാനികളുടെ എണ്ണമല്ല, ക്രിസ്ത്യൻ എന്നുള്ള പേരുള്ളവരുടെ എണ്ണമല്ല. ഇറ്റ് ഈസ് കോൾഡ് ക്രിപ്റ്റോ ക്രിസ്ത്യൻ. ഇത് തന്നെ ഞാൻ പറയും, ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. കേരളത്തിലെ ഇലക്ഷൻ്റെ അകത്ത് ഇതൊരു ഘടകം തന്നെയാണ്. അതായത് കോട്ടയമാണെങ്കിലും ഇടുക്കിയാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും ആലപ്പുഴയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണെങ്കിലും കൊല്ലത്തിൻ്റെ പല ഭാഗത്തും ഇവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്. ഇവർ ബേസിക്കലി എല്ലാം കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്നും ഇടതുപക്ഷ ഫാമിലിയിൽ നിന്നും വന്നവരാണ്. ഇവരെന്തുകൊണ്ട് അങ്ങോട്ട് പോയി? നിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ 1,00,000 വീട് കോളനികളുണ്ട്. ഈ കോളനികളുമായി നിങ്ങൾ അകത്തോട്ട് കയറി നോക്കണം, ഇവരെന്തുവാ ചെയ്യുന്നത്, ഇവരുടെ ബിലീഫ്സ് എന്ത്. ഇവരെല്ലാം പോകുന്ന ഹൗസ് ചർച്ചുകളിലാണ്, ചെറിയ ചെറിയ ചർച്ചകളിലാണ്. ഇവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പാസ്റ്റർമാരുണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ ഇത് ഉണ്ടായത്? ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്താണ് പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്നത്. അല്ലാതെ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ് അയാളുടെ തന്നെ അടുത്ത സംഭവം ഉണ്ടാകാൻ പോകുന്നത്. കാരണം എനിക്ക് തുഷാർ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ഒരാളാണ്. ഇനി പലയിടത്തും ഒരു സീറ്റ് വേണമെന്ന് പറയും. BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള പലയിടത്തും ഒരു സീറ്റ് ഡിമാൻഡ് ചെയ്യും.
ജയിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലപോലെ ഫൈറ്റ് കൊടുക്കാൻ പറ്റിയ പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നും കാൻഡിഡേറ്റ് കാണത്തില്ല. എന്നിട്ട് വരാനുള്ള കാൻഡിഡേറ്റിൽ നിന്ന് പണം മേടിക്കും. ഇതൊരു കച്ചവടം കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എത്രമാത്രം NDA ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയും ടീമിനെ മാക്സിമം ഒതുക്കി നിർത്തേണ്ടിടത്ത് ഒതുക്കി അങ്ങ് നിർത്തുക. അവരെ കൊണ്ട് കേരളത്തിലെ ഇലക്ഷനെ പറ്റി നിർണയിക്കുവാൻ 1% പോലും കഴിയത്തില്ല. ഞാൻ കട്ട് ത്രോട്ടായിട്ട് പറയാം, അവരെ കൊണ്ട് പറ്റില്ല. വളരെ ഫ്യൂ ആയിട്ടുള്ള ചില ആൾക്കാർ അവരും ഇവരുമൊക്കെ മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളിയും ആ കുടുംബവുമായിട്ട് ബിസിനസ്സും കച്ചവടവും ഒക്കെ നടത്തുന്നവരും അതുമായി ബന്ധപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അല്ലാതെ മാസീവായിട്ടൊരു ഈഴവ കമ്മ്യൂണിറ്റി ഒന്നും ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയോ ഇവർക്കൊന്നും യാതൊരു സ്വാധീനവും ഇല്ല. കാരണം നിങ്ങൾ ഈഴവ കമ്മ്യൂണിറ്റിയെ പറ്റി ഇപ്പോഴത്തെ കറണ്ട് ഈഴവ കമ്മ്യൂണിറ്റി ഒന്നാമത് മനസ്സിലാക്കുക, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടി, അവരുടെ ലൈഫ് സ്റ്റൈല് കൂടി, അവരുടെ എഡ്യൂക്കേഷൻ കൂടി, ഇതെല്ലാം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവമുണ്ട്. ഇവരിലുണ്ടായ ഒരു മനം മാറ്റമുണ്ട്. മനം മാറ്റം സോഷ്യോളജി അവർക്ക് സ്ട്രക്ചർ ചെയ്ത് മുന്നോട്ട് പോകണം. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കോട്ടയത്ത് ഈ തങ്കു ബ്രദർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, മാത്യു കുരുവിള, അയാൾക്കെതിരെ ഈഴവ കമ്മ്യൂണിറ്റി അതായത് വെള്ളാപ്പള്ളി പ്രശ്നം ഉണ്ടാക്കാൻ കാരണം അവിടെയുള്ള SNDP യൂണിയൻ്റെ അത് ആളില്ലാതായി. ഇതായിരുന്നതിൻ്റെ കാരണം. അത് കോട്ടയം ജില്ലയിൽ എല്ലാ ഭാഗത്തോട്ടും അങ്ങ് പോയി. ഇതാണ് യഥാർത്ഥത്തിലുണ്ടായത്. ഇത് കേരളത്തിലെ അതായത് തെക്കൻ ജില്ലകളിൽ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന പേരുകളല്ല, ഇവരെല്ലാം ബേസിക്കലി നല്ലൊരു ശതമാനം ഈഴവരും കൺവേർട്ടായി. ഇതിൻ്റെ മാറ്റമുണ്ട്. ഇത് ഉറപ്പായിട്ടും പൊളിറ്റിക്സിൽ കയറി വരും. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തു പോകുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് NDAക്ക് ഒരു ദുരന്തമായി മാറാതിരിക്കുവാൻ BJP മുന്നിന് ശ്രമിക്കുക. ഇതാണ് ഈ വീഡിയോയുടെ കണ്ടന്റ്.